ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുഴുപ്പള്ളിയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ കുഴുപ്പള്ളി ബീച്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുഴുപ്പള്ളി ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ, ബീച്ചല്ല കാണിക്കുന്നത്, ഈ കുഴുപ്പള്ളി ബീച്ചിലെ പുലിമുട്ടും കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ കുഴുപ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ചെറായി ബീച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ സെയ്ദ് മുഹമ്മദ് റോഡ് വഴിയാണ് ഞാൻ കയറി പോകുന്നത്. അപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡിലും ഈ ചെമ്മീൻ വളർത്തുന്ന കെട്ടുകളൊക്കെയാണ്. അതിൻ്റെ നടുക്കൂടെയുള്ള യാത്ര എന്ന് വെച്ചാൽ നല്ല രസമുള്ള യാത്രയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇവിടുത്തെ ആകാശവും ഈ പച്ചപ്പും ഈ വെള്ളം എല്ലാം കൂടി കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. നമുക്ക് തിരിച്ച് വരുമ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് എടുക്കാം. പറ്റുമെങ്കിൽ നമുക്ക് അവിടുത്തെ കുറച്ച് ദ്വീപുകളുണ്ട്, അവിടെയും കൂടി പോകണമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു വളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഴുപ്പള്ളി ബീച്ചിലേക്ക് എത്തും. കുഴുപ്പള്ളി ബീച്ച് എന്ന് വെച്ചാൽ മെയിൻ ബീച്ചല്ല, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള ബീച്ചിൻ്റെ ഏരിയയാണ്. അവിടെ രണ്ടുമൂന്ന് പുലിമുട്ടൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് മീൻ പിടിക്കാനും അവിടെ ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് കടൽ കയറി പ്രശ്നമൊക്കെ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. സംഭവം ശരിയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം കടൽ കയറിയത്, ഇവിടെയൊക്കെ വെള്ളമാണ്, വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെയാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ കടൽ കയറി ആകെ വെള്ളമൊക്കെ കയറി നിൽക്കണേട്ടാ. ഇവിടെ നിന്നൊക്കെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബീച്ചിൻ്റെ ഈ സീവാളിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പോവാണ്. പക്ഷേ ഇങ്ങനെ നടക്കുമ്പോൾ ആകെ വെള്ളം കയറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ നല്ലോണം കടൽ കയറിയിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ ഉണ്ട്, അത് തുരുമ്പൊക്കെ എടുത്തിരിക്കുന്നതാണ്. ഇതിലേക്കൂടെ ഒന്ന് കയറി നോക്കാം നമുക്ക്. കടൽ ഭയങ്കര കൂടുതലാണ്, തിരകൾ തന്നെയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ പണി പാളിയിട്ടെ. കാരണം നമുക്കിവിടെ കടപ്പുറത്ത് ഇറങ്ങാനുള്ള സാഹചര്യമില്ല, കടലാകെ കയറി കിടക്കണേണ്. ഇപ്പോൾ ഇവിടെ പുലിമുട്ടിലേക്ക് ഇറങ്ങി മീൻ പിടിക്കാനുള്ള സൗകര്യമൊന്നുമില്ല, ചൂണ്ടിടാനുള്ള സൗകര്യമൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ കടലുണ്ടല്ലോ, കടൽ നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട്. കടലിൽ വേണ്ട ശോഭിച്ചിരിക്കണാണ്. നമ്മുടെ മേത്തോട്ട് തിരക്കുമെന്ന് സംശയമുണ്ട്. കടലിൽ കയറി നോക്കിയാൽ ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ വെള്ളം കയറിയതേ. ഫ്രണ്ട്സ്, ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് വെള്ളം തെറിച്ച് വന്നിട്ട് ഞാൻ ക്യാമറ മാറ്റി, എൻ്റെ മേലൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നാലും താഴേക്ക് ഇറങ്ങാൻ നോക്കട്ടെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആകെ പണിയാവും. സീവാളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നല്ല വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയത്. ഒരാളിവിടെ തെന്നി വീഴാൻ പോയിട്ടാ. പക്ഷേ അവിടെ കയറി നിന്നിട്ട് വെള്ളം ഇങ്ങോട്ട് തെറിക്കണ കാരണം നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് അപ്പോൾ ഇതിലേക്കൊന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മളവിടെ തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ചകളൊക്കെ എന്ന് വെച്ചാൽ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. കണ്ടതേ, ഈ കാണുന്നത് ഒരു ദ്വീപാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ 2-3 ദ്വീപുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഇതൊരു ചെമ്മീൻ ഫാമാണ്, ചെമ്മിക്കെട്ടാണ്. അപ്പോൾ അതിൻ്റെ നടുക്കാണ് ഈ ദ്വീപുകൾ. അവിടെ മുമ്പ് ആൾത്താമസമൊക്കെ ഉണ്ടായിരുന്നു വെച്ചാണ് 1-2 വീടൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് കറണ്ടോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വഞ്ചിക്കൊക്കെയാണ് പോയിരുന്നത്. ഇപ്പോൾ അവരൊക്കെ വിറ്റുപോയി. ഇപ്പോൾ വേറെ ആൾക്കാർ ചെറിയ റിസോർട്ട് പോലെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് ബോട്ടിന് അങ്ങോട്ട് പോവാം. അതുപോലെ ഈ സൈഡിലൊക്കെ ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ വീട് നോക്കി എന്ത് രസമെന്ന് നോക്കിയേ. ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ പണിത് വെച്ചേക്കണ, ടൈലൊക്കെ ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പായിട്ട് വെച്ചേക്കണ കേട്ടോ. ഇതും ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് പണിതേക്കണയാണ് ഈ സൈഡിൽ ആ വീട്. അതുപോലെ മുമ്പൊക്കെയാണെന്ന് വെച്ചാൽ ഈ വീട് വരുന്നതിന് മുമ്പ് ഇവിടെ വേറൊരു നീല ഓട് പതിച്ച പോലത്തെ വീടുണ്ട്. ആ വീടായിരുന്നു കേട്ടോ അടിപൊളി. ഇത് നോക്കി, ഈ വഴി 2 സൈഡിലും വെള്ളവും അതിൻ്റെ നടുക്കൂടെയുള്ള യാത്ര എന്ന് വെച്ചാൽ എന്താ രസമെന്ന് നോക്കിയല്ലേ. നിങ്ങൾ തന്നെ നോക്ക്, ഈ ആകാശത്തിൻ്റെ അതേ കളർ തന്നെ ഈ വെള്ളത്തിലേക്ക് തെളിഞ്ഞ് കാണണണ്ട. അപ്പോൾ നമുക്ക് ആ ദ്വീപിലേക്കൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ദ്വീപിലേക്കൊക്കെ പോകാൻ പറ്റിയില്ല. ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും നമുക്ക് ഒരു ബോട്ടിങ്ങിനോ അല്ലെങ്കിൽ ഒരു വഞ്ചിയോ എന്തെങ്കിലും സംഘടിപ്പിച്ച് നമുക്ക് അവിടെ പോകുന്നതായിരിക്കും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോഴത്തെ രസമാണ്. ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വന്നിരിക്കും. ഈ സൈഡിലൊക്കെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്.
ഈ കണ്ട സ്ഥലങ്ങൾ ശരിക്കും ഇടവനക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടേക്കൊന്ന് വന്ന് കാണണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.